ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 79ാമത്തെ ക്ലാസ്സിലേക്ക് 2026 മാർച്ച് മാസം 18-ാം തീയതി ഒന്നിച്ചുകൂടി വരുവാൻ സ്വർഗം തന്ന നല്ല സാവകാശത്തിനായി ദൈവത്തിന് കോടാനുകോടി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് കഴിഞ്ഞ ദിവസം ചിന്തിച്ച പഠനത്തിൻ്റെ തുടർ പഠനത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ സേനാ ദിവസത്തിൻ്റെ പ്രാരംഭ സമയത്ത് നടക്കുന്ന രക്തസാക്ഷികളാകുന്ന അഥവാ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ തല ഛേദിക്കപ്പെട്ട് ആത്മാക്കൾ ഭൂമിക്ക് കീഴിലേക്ക് പ്രവേശിക്കപ്പെടുന്നവരുടെ പുനരുത്ഥാനം ഒന്നാമത്തെ പുനരുത്ഥാനമാകുമെന്നു. ഒന്നാമത്തെ പുനരുത്ഥാനം പൂർത്തീകരിക്കപ്പെടുന്നതോടുകൂടി കർത്താവിനോട് കൂടെ വരുവാനുള്ള സകല വിശുദ്ധന്മാരുടെയും എണ്ണം സ്വർഗത്തിൽ തികയുന്നു എന്നുള്ളതിനെക്കുറിച്ചും കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നു. അതോടൊപ്പം തന്നെ എടുക്കപ്പെടുന്ന ദൈവസഭ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെടുന്നവർ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനവും ഇന്നലെ രാത്രിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ നടത്താനായിട്ട് കർത്താവ് നമ്മെ സഹായിച്ചു. അപ്പോൾ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കാളിത്തം വഹിക്കുന്നവരുടെ സ്വർഗീയ പ്രവേശനത്തിന് ശേഷമായി അവർ സ്വർഗത്തിൽ എത്തിച്ചേർന്ന ശേഷമായി അവരെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ കഴിഞ്ഞ പഠനത്തിൽ നാം ചിന്തിച്ച വിഷയങ്ങൾ വെളിപ്പാട് 15-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളുള്ള ബന്ധത്തിലും 7-ാം അധ്യായത്തിലെ ഉള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചിരുന്നവല്ലോ. തുടർന്ന് നാം ചിന്തിക്കുന്നത് സേനാ ദിവസത്തിൽ കുഞ്ഞാടാം ദൈവത്തെ രാജാവായിട്ട് സിയോൻ മലയിൽ പിതാവാം ദൈവം അഭിഷേകം ചെയ്യുന്നതിനുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഒരുക്കത്തെക്കുറിച്ചും വിശുദ്ധന്മാരെല്ലാം അവിടെ എത്തിച്ചേരുന്നതിനുള്ള ബന്ധത്തിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതിൽ ഈ കർത്താവിനെ രാജാവായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും അധികം പ്രാധാന്യത ഉള്ളത് ഇസ്രായേലിനാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിൽ എത്തിച്ചേരുന്ന 144,000 പേരോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ രാജ്യത്വത്തെ ഏറ്റെടുക്കുന്നതിനുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യത കൊടുത്തുകൊണ്ട് വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് നാം ഈ ഇസ്രായേലിനുള്ള ബന്ധത്തിലുള്ള പ്രാധാന്യത, യേശുക്രിസ്തു മഹാരാജാവാകുന്നു, അവനെ അവർ പ്രതീക്ഷിച്ചിരുന്നു, എന്നാൽ ഒന്നാമത്തെ വരവെങ്കിൽ അവൻ രാജാവായിട്ടല്ല വന്നത്, അവൻ രക്ഷകനായിട്ടാണ് വന്നത്. എന്നാൽ ഇനി കർത്താവ് രണ്ടാമത് വരുന്നത്, അവൻ രണ്ടാമത് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത് അവൻ രാജാവായിട്ട് ഭൂമിയിൽ വഴുവാനുള്ളതാണ്. അപ്പോൾ മഹത്വ പ്രത്യക്ഷയോടുള്ള ബന്ധത്തിൽ ഏറ്റവും അധികം പ്രാധാന്യത ഉള്ളത് ദൈവസഭയ്ക്കല്ല. കാരണം ദൈവസഭയോടുള്ള ബന്ധത്തിലുള്ള വിശുദ്ധന്മാരുടെ എല്ലാം എണ്ണം തികയപ്പെടുകയും അവർ എടുക്കപ്പെടുകയും അതിന് ശേഷമായി ഇസ്രായേലിനുള്ള ബന്ധത്തിൽ കർത്താവ് ദൈവത്തിൻ്റെ മഹാനഗരമാകുന്ന യെരൂശലേമിൽ വാണരുളുവാൻ വേണ്ടി വരുന്നത് കൊണ്ടാണ് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ പ്രാധാന്യത കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാകുന്ന മഹത്വ പ്രത്യക്ഷതയ്ക്ക് വളരെ പ്രാധാന്യത കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആവർത്തന പുസ്തകത്തിലും മറ്റ് പ്രധാനപ്പെട്ട എല്ലാ പഴയ നിയമത്തിൻ്റെ പ്രവചന ഗ്രന്ഥങ്ങളിലും ഏറ്റവും അധികമായി സങ്കീർത്തനങ്ങളൊക്കെ ഏറ്റവും അധികമായി പ്രാധാന്യത കൊടുത്തിരിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ്. അവർ മശിഹായെ രാജാവായിട്ട് പ്രതീക്ഷിക്കുന്നു. അവരുടെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം കർത്താവ് പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ കർത്താവിനെ സിയോൻ മലയിൽ രാജാവായി സ്വർഗത്തിൽ വാഴിക്കുന്നതിനുള്ള ബന്ധത്തിൽ ഇസ്രായേലിൽ നിന്ന് എടുക്കപ്പെടുന്ന ഭൂമിയുടെ ആദ്യ ഫലമായിട്ടിരുന്ന 144,000 പേർക്ക് പ്രാധാന്യത കൊടുത്തുകൊണ്ട് അവരെ കാണിച്ചുകൊണ്ടുള്ള ഒരു ദർശനമാണ്, അല്ലെങ്കിൽ ഒരു കാഴ്ചയാണ് യോഹന്നാൻ ആത്മവിശുദ്ധിയിൽ കാണുന്നത്. അതേക്കുറിച്ച് 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്, പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും, അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. അപ്പോൾ യോഹന്നാൻ കാണുകയാണ്, പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും,
അവനോട് കൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഇവരുടെ നെറ്റിമേൽ ഇവര് വിശുദ്ധരാകുന്നു, യഹോവയ്ക്ക് വിശുദ്ധരാകുന്നു എന്നതിനോടൊപ്പം തന്നെ കുഞ്ഞാടിന്റെ നാമവും പിതാവിന്റെ നാമവും അവരുടെ മേൽ എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവര് കുഞ്ഞാടിനുള്ള ബന്ധത്തിലും പിതാവാൻ ദൈവത്തോടുള്ള ബന്ധത്തിലും ഇവര് പ്രാധാന്യതയുള്ളതാണ്. അതുകൊണ്ടാണ് 144,000 പേരെ ഉള്ള ബന്ധത്തിൽ ഈ ഭാഗങ്ങളിൽ അതിന് പ്രാധാന്യത കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ കാണുമ്പോൾ അത് പ്രത്യേകതയുള്ളവരാണ് എന്ന് വെളിപ്പെടുത്തിയിട്ട് ഇവർ ആരാകുന്നു എന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് 14-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവരെക്കുറിച്ചുള്ള ഒരു പഠനം നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഇന്ന് അനേകരുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ചില സംശയങ്ങൾക്ക് മറുപടി നൽകത്തക്കവണ്ണമാണ് ഈ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ വ്യക്തമായി ഇത് മനസ്സിലാക്കിയാൽ ഇതിനോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് ഗ്രഹിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അതിനോടുള്ള ബന്ധത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയത്തെ നാം ചിന്തിക്കുമ്പോൾ ഇവര് 144,000 എന്നുള്ളത് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ 12 ഗോത്രങ്ങൾ എന്നുള്ളതാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുണ്ട്. ബാക്കിയുള്ള വിശുദ്ധന്മാരുടെ എണ്ണം എത്രയാണെന്നറിയത്തില്ല. നമുക്കറിയാം കുഞ്ഞാടിനോട് ചേരാനുള്ള മണവാട്ടിയുടെ എണ്ണം എത്രയെന്ന് അവിടെ വെളിപ്പെടുത്തിയിട്ടില്ല, അത് രഹസ്യമാണ്. അതുപോലെ ജാതികളിൽ നിന്ന് അഥവാ നേഷൻസ് നിന്ന് മണവാട്ടി സഭയുടെ തോഴിമാരുടെ ഗണത്തിൽപ്പെടുന്ന ചന്ദ്രദേശ് പ്രാപിക്കുന്നവരുടെ എണ്ണവും വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അത് മിസ്റ്ററിയാണ്, അത് രഹസ്യമാണ്. എന്നാൽ ഇസ്രായേലിൽ നിന്ന് സ്വർഗാസ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്ന നക്ഷത്രദേശ് പ്രാപിക്കുന്നവരുടെ എണ്ണം മാത്രമേ ഇവിടെ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള അവരുടെ എണ്ണമോ അതുപോലെ കുഞ്ഞാടിന്റെ മണവാട്ടി സഭയുടെ എണ്ണമോ അതുപോലെ കുഞ്ഞാടിന്റെ മണവാട്ടിയുടെ തോഴിമാരുടെ എണ്ണത്തെക്കുറിച്ചോ ഈ ഭാഗങ്ങളിൽ ബൈബിളിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഈ സ്വർഗതേജസ് പ്രാപിക്കുന്നതിൽ വ്യക്തമായിട്ട് എണ്ണം രേഖപ്പെടുത്തിയിരിക്കുന്നത് 144,000 പേരാകും. അപ്പോൾ ആരാകുന്നു 144,000 എന്നുള്ളതിനെ കുറിച്ചുള്ള നിരവധി ചിന്തകളും സംശയങ്ങളും വാദങ്ങളും ഒക്കെ വേദ പഠിതാക്കളുടെയിലും വിശ്വാസികളുടെ സമൂഹത്തിനിടയിലുമുണ്ട്. എന്നാൽ അവരാരാകുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കിതുവരെയുള്ള പഠനത്തിൽ നിന്ന് മനസ്സിലായി 144,000 എന്നുള്ളത് ഇസ്രായേലിൽ നിന്ന് വേർതിരിക്കപ്പെടുന്ന 12 ഗോത്രങ്ങളിൽ നിന്നുള്ള 12,000 വെച്ച് 144,000 ആകുന്നുവെന്നും അവർ കുഞ്ഞാടിന്റെ മണവാട്ടി സഭ അല്ല എന്നുള്ളതും അവർ ഭൂമിയുടെ ആദിഫലമായി തീരുവാനുള്ളവരാണെന്നും എന്നുള്ള വ്യക്തത നമുക്ക് മനസ്സിലായി. ഇവരുടെ പുനരുത്ഥാനം നടക്കുന്നത് 1ാമത്തെ പുനരുത്ഥാനമാണെന്നും അപ്പോൾ ഇവര് രക്തസാക്ഷിത്വം വരിക്കുമ്പോൾ ഇവിടെ ആത്മാവിടെയാണെന്നും അവര് എത്ര നാൾ അവിടെ ആയിരിക്കുന്നുവെന്നും അതിനുശേഷം എപ്പോഴാണ് പുനരുത്ഥാനം പ്രാപിക്കുന്നതെന്നും ഒക്കെയുള്ളതിൻ്റെ ചരിത്രം ഇതുവരെയുള്ള പഠനത്തിൽ മനസ്സിലായതുകൊണ്ട് ഇനി ഇത് സംബന്ധമായിട്ടുള്ളൊരു സംശയം ഈ ദൈവവചന പഠന ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് ആർക്കും ഉണ്ടാകത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത് വളരെ വ്യക്തമായി വളരെ വ്യക്തമായ രീതിയിലാണ് അതേക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എപ്പോഴാണ് രക്തസാക്ഷിത വരിക്കുന്നത്, ഇപ്പോൾ രക്തസാക്ഷിത വരിക്കുമ്പോൾ ആത്മാക്കൾ എവിടെയാകുന്നു, അത് എത്ര വർഷത്താണ്, 3.5 വർഷത്തെ രക്തസാക്ഷിത്വമാണ്. അതിനുശേഷം ഇവർ പുനരുത്ഥാനം പ്രാപിക്കുന്നു, ഇവർ സ്വർഗാസ്വർഗത്തിൽ എത്തുന്നു, വീണകൾ പിടിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളെ, ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും വളരെ വ്യക്തമായി നമ്മൾ ചിന്തിച്ചതുകൊണ്ട് ഇനി 144,000 പേരാരാകുന്നു എന്ന് ചോദിച്ചാൽ സംശയം കൂടാതെ പറയുവാൻ കഴിയുമല്ലോ, ഇവർ എതിർക്രിസ്തുവിന്റെ ഭരണത്തിൽ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ നിന്ന് 12,000 എന്ന എണ്ണത്തോടുള്ള ബന്ധത്തിൽ രക്തസാക്ഷിത്വം അഥവാ തലഛേദിക്കപ്പെടുന്നവരാണെന്നും ഇവർ ദൈവകൽപ്പന പ്രമാണിക്കുന്നവരുള്ള ബന്ധത്തിൽ സഹഭൃത്യന്മാരുടെ നിലവാരത്തിലുള്ളവരാണെന്നും ഇവരുടെ നിലവാരം ഇവർക്ക് ലഭിക്കുന്നത് നക്ഷത്രങ്ങളിൽ വ്യത്യസ്തമായിരിക്കുന്ന തേജസ്സാണെന്നും ഇവര് പുതിയ യെരൂശലേമിലുള്ള ബന്ധത്തിൽ നിത്യതയിൽ കാണപ്പെടുന്നത് ഗോപുരങ്ങളോടുള്ള ബന്ധത്തിൽ ആകുന്നു എന്നുള്ളതും നാം മനസ്സിലാക്കി. എന്നാൽ ഇവിടെ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ഇവര് 144 പേരും നിൽക്കുന്നുണ്ട്. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിനൊരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണ മീട്ടുന്നത് പോലെ ആയിരുന്നു. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്ക് മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ
ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവര് പാടുന്ന പുതിയ പാട്ട് എന്താണെന്നുള്ളത് നമ്മളത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ അവർ പാടുന്ന പാട്ട് കുറിച്ച് വളരെ വ്യക്തമായി വെളിപ്പാടോസം 15-4 വാക്യത്തെ നമ്മൾ ചിന്തിച്ചിരുന്നു. കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെ ഇരിക്കും. നീയല്ലോ ഏകപരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും കൂടി ഒരുമിച്ച് സമ്മേളിപ്പിച്ച് അവര് അതിനെ പൊതുവായിട്ടൊരു പാട്ടായിട്ട് ദൈവസന്നിധിയിൽ പാടുന്നു എന്നുള്ളത് കൊണ്ടാണ് കുഞ്ഞാടിൻ്റെ പാട്ട്, മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടുന്നതിനെ കുറിച്ച് കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ അവര് ഈ പാട്ട് മറ്റാർക്കും പഠിക്കാൻ കഴിയത്തില്ല എന്നതിൻ്റെ അർത്ഥം ഭൂമിയിൽ വെച്ച് അവർ പാടിയില്ല. അവർ മോശയുടെ പാട്ട് പാടിയവരായിരുന്നു. സ്വർഗത്തിൽ ചെന്നപ്പോൾ അവർക്ക് ഈ പാട്ട് പഠിക്കുവാൻ സാധിച്ചു. അവർ സിംഹാസനത്തിന് മുമ്പാകെ 4 ജീവികൾക്ക് മൂപ്പന്മാർക്ക് മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടുന്നു എന്നുള്ളത് ഇവിടെ കാണിക്കുമ്പോൾ ഈ 4 ജീവികളും 24 മൂപ്പന്മാരും എന്നുള്ളത് പ്രാധാന്യതയുള്ളതാണ്. അതുകൊണ്ടാണ് സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടിയത് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ നിന്ന് രക്തസാക്ഷിത്വം വരിച്ച് അവിടെ എത്തുന്നവർ പാടുന്ന പാട്ട്, അവർ പാടുന്നത് കുഞ്ഞാടിനും സ്വർഗീയ സിംഹാസനത്തിനും അതുപോലെ തന്നെ അവിടെ എത്തിച്ചേർന്ന മണവാട്ടി സഭയുടെ അഥവാ ആദിജാതന്മാരുടെ സഭയ്ക്ക് മുമ്പിലുമാണ് ഇവർ പാട്ട് പാടുന്നത്. അപ്പോൾ എത്ര പ്രാധാന്യത ഈ 24 മൂപ്പന്മാർക്കും 4 ജീവികൾക്കുമുണ്ട്. ദൈവിക തൃത്വത്തോടുള്ള ബന്ധത്തിൽ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവോട് സദൃശന്മാരായി തീരുന്ന 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെയാണ് ഇവർ ഒരു പുതിയ പാട്ട് പാടുന്നത്. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കിൽ ആർക്കും ആ പാട്ട് പഠിപ്പാൻ. ഇവരെ വിലയ്ക്ക് വാങ്ങിയത് എങ്ങനെയാണ് വിലയ്ക്ക് വാങ്ങിയത്? അവരെ നമ്മൾ വിലയ്ക്ക് വാങ്ങിയതിനെക്കുറിച്ച്, അവരുടെ അഭിഷേകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. അത് നാം ചിന്തിച്ചത് അവരുടെ മേൽ തീ കൊണ്ടുള്ള അഭിഷേകം അഥവാ അഗ്നി അഭിഷേകം അവരുടെ മേൽ പകർന്ന് യാഗപീഠത്തിലെ കനൽ അത് ഒരു കലശത്തിൽ ഒരു ദൂതൻ നിറച്ച് അത് ഭൂമിയിലേക്ക് എറിയുന്നതും ആ സമയത്ത് അവരുടെ മേൽ അഗ്നി കൊണ്ടുള്ള അഭിഷേകം വ്യാപരിക്കുകയും യാഗപീഠത്തിന്മേൽ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ യാഗമാറ്റുന്നതിന്റെ സൗരഭ്യവാസന ഉള്ളതുകൊണ്ട് ആ സൗരഭ്യവാസന നിറഞ്ഞ കനൽ കൊണ്ടാണ് ഇവരെ അഭിഷേകം ചെയ്ത് ഇവരെ വിലയ്ക്ക് വാങ്ങിയിരുന്നത് എന്നതിനെ കുറിച്ച് പിന്മഴയോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചിരുന്നു. പിന്മഴ ഇസ്രായേലിന്മേൽ അവരെ 144,000 പേരെ വിലയ്ക്ക് വാങ്ങുന്നുള്ള ബന്ധത്തിലാണ് അവരെ അയക്കുന്നത് എന്നുള്ളതാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിലെ പഠനത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ പിന്മഴയെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംശയമില്ല. അത് ആരെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടിയാണ് എന്നുള്ളത് നമുക്കറിയാം. കാരണം അവർ യേശുവിനെ അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് അവരെ അംഗീകരിച്ചെടുക്കാൻ വേണ്ടി കുഞ്ഞാടിന്റെ രക്തം കൊണ്ടല്ലാതെ വിലയ്ക്ക് വാങ്ങാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് യാഗപീഠം എന്നുള്ളത് യേശു ക്രിസ്തുവിന്റെ മരണമുന്നേറ്റത്തിന് ശേഷമായി കുഞ്ഞാടിന്റെ ജീവന്റെ വാസന, സൗരഭ്യ വാസന പരത്തുന്ന ആ സ്വർഗാസ്വർഗത്തിലെ കനൽ നിറച്ച് ഇവിടേക്ക് അഭിഷേകമായി പിന്മഴയായി അത് ചൊരിയുമ്പോൾ അതിൻ്റെ ആ അഭിഷേകത്താലാണ് ഇവർ രക്തസാക്ഷിത്വം പ്രാപിക്കുകയും ദൈവം അവരെ വിലയ്ക്ക് വാങ്ങുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്വർഗാസ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ അവർ പാടുന്ന പാട്ടിനെ കുറിച്ചാണ്. സ്വർഗത്തിൽ ഒരു വലിയ ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണമീട്ടുന്ന പോലെയായിരുന്നു. വൈണികന്മാർ എന്നതിൻ്റെ അർത്ഥം വീണക്കാർ എന്നതിൻ്റെ അർത്ഥം. വീണക്കാർ ആരാകുന്നു? നഫ്താലിയെ പ്രതിനിധീകരിക്കുന്ന വീണക്കാർ 144,000 ആകുന്നു. ഇവർ കുഞ്ഞാടിന്റെ ഉള്ള ബന്ധത്തിൽ സിയോൻ മലയിൽ യേശു ക്രിസ്തുവിന്റെ രാജ്യത്വം ഏറ്റെടുക്കുന്നുള്ള ബന്ധത്തിൽ പ്രാധാന്യത ഇസ്രായേലിനായതുകൊണ്ടാണ് ഇവർക്ക് പ്രാധാന്യത കൊടുത്തുകൊണ്ട് ഇവരെ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സങ്കീർത്തനം 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയമുള്ളതുപോലെ സ്വർഗീയ സിയോനുമുണ്ട്. അപ്പോൾ സ്വർഗീയ സിയോൻ അവിടെ ഉണ്ട് എന്നുള്ളത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യമാണ് നമുക്കതിന് തെളിവായി നിൽക്കുന്നത്. അപ്പോൾ 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യേശു ക്രിസ്തുവിന്റെ സ്വർഗത്തോടുള്ള ബന്ധത്തിലുള്ള അതിനുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ രേഖപ്പെടുത്തി 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്: എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ
എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ കർത്താവിൻ്റെ കർത്താവിൻ്റെ രാജ്യത്തോടുള്ള ബന്ധത്തിൽ, രാജ്യത്തെ ഏറ്റെടുക്കുന്നതിനുള്ള ബന്ധത്തിൽ വാഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അത് അത് അതിനുള്ള ബന്ധത്തിൽ നാം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിനെ രാജാവായി വാഴിച്ചിരിക്കുന്നു എന്നുള്ളത് നിത്യതയിലെ തീരുമാനമാണ്. അതുകൊണ്ടാണ് എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ അനേക സാമ്രാജ്യത്വങ്ങളും രാജ്യത്വങ്ങളും ഒക്കെ വന്നു പോകുമ്പോൾ നമുക്കറിയാം, ബാബേൽ സാമ്രാജ്യത്വം തകർന്നടിഞ്ഞു പോയി, മേദ്യ പേർഷ്യ സാമ്രാജ്യം തകർന്നടിഞ്ഞു പോയി, അതുപോലെ തന്നെ ഗ്രീക്ക് സാമ്രാജ്യത്വം തകർന്നടിഞ്ഞു പോയി, റോമൻ സാമ്രാജ്യത്വം വന്നു, അതും തകർന്നടിഞ്ഞു പോകാൻ ഇടയാത്തീർന്നു. എന്നാൽ എന്നേക്കും ഉള്ള ഒരു രാജ്യത്വം യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വമാണ്. അത് നിത്യതയോടുള്ള ബന്ധത്തിലായതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അപ്പോൾ അത് അനാദിയോടുള്ള ബന്ധത്തിലെ കാര്യമാണ്. ഭൂമിയിലെ രാജാക്കന്മാരെ വാഴിക്കുകയും അവര് തകർന്നടിഞ്ഞു പോവുകയും ചെയ്യുമ്പോൾ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ഒരുവൻ നിത്യരാജ്യത്വം അവന് ഉണ്ട് എന്ന് വെളിപ്പെടുത്തുവാൻ, മനുഷ്യവംശത്തോടുള്ള ബന്ധത്തിൽ, മനുഷ്യനോടുള്ള ബന്ധത്തിൽ രാജാതിരാജാവായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ, നിത്യരാജാവായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ. അവനെ സ്വർഗീയ സിയോനിൽ രാജാവായി വാഴിച്ചിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ നിത്യരാജാവായതുകൊണ്ടോ ആണ്. അതല്ലാതെ കർത്താവിനെ അന്ന് അവിടെ വാഴിക്കുമ്പോൾ അവൻ രാജ്യത്തെ ഏറ്റെടുക്കുമ്പോൾ മാത്രമല്ല, അനാദിയിലെ കാര്യമായതുകൊണ്ടാണിത് അങ്ങനെ സംഭവിച്ചുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കർത്താവ് എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോൻ എന്ന് പറയുമ്പോൾ അത് സ്വർഗീയ സിയോനെ കുറിച്ചാണ് പറയുന്നത്. സ്വർഗീയ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അപ്പോൾ സ്വർഗീയ സിയോനിൽ സ്വർഗീയ യെരൂശലേമിനോടുള്ള ബന്ധത്തിൽ സ്വർഗീയ സിയോൻ, വിശുദ്ധ പർവ്വതമായിരിക്കുന്ന സിയോനിൽ അവിടെ വാഴിച്ചിരിക്കുന്ന ബന്ധത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എത്ര ശ്രേഷ്ഠകരമായ കാര്യമാണ്. ഇസ്രായേൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളായി, ആയിരക്കണക്കിന് വർഷമായി അവർ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യം ഒരു രാജാവിനെ അവർക്ക് ലഭിക്കുമെന്നുള്ളതായിരുന്നു. നിരവധി രാജാക്കന്മാർ വന്നു, ഭരണം നടത്തി, അവരെല്ലാം മാറിപ്പോയി. എന്നാൽ യേശുക്രിസ്തു എന്ന ഏക രാജാവ് യേശുവിനോട് ചോദിച്ചു, നീ രാജാവാണോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ രാജാവാണ്, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് വേണ്ടി ഞാൻ ജനിച്ചിരിക്കുന്നു, അതിനായി വന്നുമിരിക്കുന്നു പറഞ്ഞു. യഹൂദന്മാരുടെ രാജാവാണോ എന്ന് ചോദിച്ചപ്പോൾ യേശു ഒരു സംശയവും സങ്കോചവും കൂടാതെ പറഞ്ഞു, നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ രാജാവാണ്. അതിൻ്റെ അർത്ഥം ഇവിടെ സിയോനിൽ രാജ്യത്വം ഏറ്റെടുക്കുന്നതിന് മുമ്പ് നസ്രായൻ രാജാവാണ്. രാത്രിയിൽ നിത്യരാജാവായിരിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ ആ ഭൂമിയിലേക്കുള്ള രാജ്യത്തിൻ്റെ ഏറ്റെടുക്കുന്നതിനുള്ള ബന്ധത്തിൽ നടക്കുന്ന സ്വർഗീയ ശുശ്രൂഷയിൽ പ്രാധാന്യത കൊടുത്തുകൊണ്ടുള്ള സംഭവങ്ങളെ വിവരിച്ചിരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൊടുത്തിരിക്കുന്ന 144,000-നുമാണ്. അപ്പോൾ ആ 144,000-ത്തെ വെളിപ്പെടുത്തുമ്പോൾ അവരെ വിലയ്ക്ക് വാങ്ങിയെന്നും അവർ കുഞ്ഞാടിൻ്റെ പാട്ട് പഠിച്ചെന്നും ആ പാട്ട് അവിടെ പാടുന്നു എന്നുള്ളതുമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് എൻ്റെ 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പറയുമ്പോൾ ഇവര് ആരാകുന്നു എന്നുള്ളത് ഒന്നുകൂടി വെളിപ്പെടുത്തുകയാണ്. അതെന്താണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ബോഷ്ക്ക് അവിടെ വായിലുണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. അപ്പോൾ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ആദ്യഫലമായി വീണ്ടെടുത്തത്, അഥവാ ഭൂമിയുടെ ആദ്യഫലം, മനുഷ്യരുടെ ദൈവത്തിൻ്റെ കൃഷി, ഭൂമിയിലെ കൃഷിയാണ് മനുഷ്യർ. അപ്പോൾ ആ മനുഷ്യനെ ആദത്തെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ അതൊരു വിളവിറക്കുകയായിരുന്നു. എന്നാൽ അതിൽ നിന്നുള്ള ഏറ്റവും ആദ്യഫലമായിട്ട് ദൈവം കണ്ടത് ഇസ്രായേലിൽ നിന്നുള്ളവരെയാണ്. അപ്പോൾ ഇസ്രായേലിൽ 144,000-മാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ വിളവിൻ്റെ ആദ്യഫലമായിരിക്കുന്ന ഭൂമിയിൽ നിന്ന് അവരെ ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ബോഷ്ക്ക് അവിടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കം ഇല്ലാത്തവർ തന്നെ, അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോട് കൂടെ മാലിന്യപ്പെടാത്തവർ. ഇവിടെ ഇത് വായിക്കുമ്പോൾ ഇതുകൊണ്ട് ആരെങ്കിലും
ഇതിനെ ലിറ്ററലായിട്ടുള്ള അക്ഷരികമായിട്ടുള്ള അർത്ഥത്തിൽ അതിനെ ആരും വ്യാഖ്യാനിക്കരുത്. അവർ കന്യകമാരാകിയ സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവർ എന്ന് പറയുന്നത് കൊണ്ട് ഈ 144,000 എന്നുള്ളത് പുരുഷന്മാർ മാത്രമാണ് എന്ന് ചിന്തിക്കരുത്. അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ, അവർ കന്യകമാരാകിയാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കന്യകമാരോ ആയിരിക്കുന്ന പറയുന്നത്, ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടിരുന്ന പറയുന്നത്. എന്നാൽ ഇവർ നിർമ്മല കന്യകയല്ല. എന്നാൽ കുഞ്ഞാടിന്റെ മണവാട്ടി സഭ നിർമ്മല കന്യകയാണ്. അപ്പോൾ നിർമ്മല കന്യകയോടുള്ള ബന്ധത്തിൽ, അതുപോലെ പുതിയ നിയമസഭയുടെ കന്യകമാരോടുള്ള ബന്ധത്തിൽ, തോഴിമാരോടുള്ള ബന്ധത്തിലുള്ള കന്യകമാരല്ല. ഇവർ കന്യകമാർ എന്ന് പറയുന്നത് സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ എന്ന് പറയുമ്പോൾ, ഈ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ എന്നതിൻ്റെ അർത്ഥം മർമ്മം മഗതിയം ബാബിലോണോടും അശുദ്ധിയായിരിക്കുന്ന സകലത്തോടും അങ്ങനെയുള്ള തെറ്റായ ഒന്നിനോടും ചേരാതെ ഇവർ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചവരായിരുന്നു. ഇവർ ഭോഷ്ക് പറയാത്തവരായിരുന്നു, കളങ്കമില്ലാത്തവരായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ഒരു മുദ്ര വെച്ചവരെ ദൈവത്തിന് വേണ്ടി വേർതിരിച്ചത് എന്നുള്ളത് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ കന്യകമാരാകിയാൽ എൻ്റെ അർത്ഥം ലോകപ്രകാരമുള്ള ഈ കന്യകമാരെ കുറിച്ചുള്ള ബന്ധത്തെയല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ത്രീകളോട് കൂടെ മാലിന്യപ്പെടാത്തവർ, സ്ത്രീകൾ എന്ന് പറയുമ്പോൾ മർമ്മമഗതിയും ബാബിലോണും അത് മാതാവാണ്, മ്ലേച്ഛതയുടെ മാതാവാണ്. അപ്പോൾ മാതാവാണെങ്കിൽ അവൾക്ക് മക്കളുമുണ്ട്. അവൾക്ക് മക്കളെന്ന് പറയുമ്പോൾ അവളോട് കൂടെയുള്ള സമൂഹമുണ്ട്. അപ്പോൾ അതിനെയാണ് അമ്മയെന്ന് മാതാവ് എന്ന് പറയുന്നത്, മ്ലേച്ഛ മാതാവിന്റെ മാതാവ്. അപ്പോൾ ഫോൾസായിട്ടുള്ള തെറ്റായിട്ടുള്ള സകല ഗണവും പെടുന്നത് ഈ പറയുന്ന സ്ത്രീയുടെ മക്കളോടും ബന്ധത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ലോകത്തിൽ കാണുന്ന സകല അശുദ്ധിയുള്ള സകലതും വെളിപ്പെടുത്തുന്നത് മർമ്മമഗതിയും ബാബിലോണോടും അതിനോടുള്ള ബന്ധത്തിലുള്ള കാര്യത്തോടുമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇവരെക്കുറിച്ച് പറയുമ്പോൾ ഇവർ കന്യകമാരാണെന്ന് പറഞ്ഞാൽ ലോകത്തോടോ ലോകത്തിൻ്റെ മ്ലേച്ഛതകളോടോ ചേരാതെ ദൈവത്തിൻ്റെ വചനത്തിൽ പ്രകാരം ജീവിക്കുന്ന, ഭോഷ്കില്ലാത്ത, കളങ്കമില്ലാത്തവരായി നിൽക്കുന്നവരാണ് ഇവർ എന്ന് പറയുമ്പോൾ, ഇവരൊരിക്കലും ഭൗമികമായിട്ടുള്ള രീതിയിലുള്ള വിവാഹം കഴിയാത്തവർ എന്നല്ല ഇതിൻ്റെ അർത്ഥം ഇവര് ലോകപ്രകാരം ഇവര് തെറ്റിലകപ്പെട്ടു പോയില്ല എന്ന് പറഞ്ഞാൽ, ഈ എതിർ ക്രിസ്തു ചുമന്നുകൊണ്ട് നിൽക്കുന്ന മർമ്മമഗതിയാം ബാബിലോൺ അത് സകലത്തിൻ്റെയും വേശ്യമാരുടെയും മാതാവ് എന്ന് പറഞ്ഞതിൻ്റെ അതിനോട് ബന്ധപ്പെടാതെ നിൽക്കുന്നവരാണ് ഈ സായൽ എന്നുള്ള 146 എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ആദ്യഫലം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ സംശയങ്ങൾ ഉണ്ടാകാം. ഞാൻ ഇതിനു മുമ്പും ആദ്യഫലത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എവിടെ ഇത് പറഞ്ഞാലും അത് എടുത്തൊന്നുകൂടെ പഠിപ്പിക്കേണ്ടതുള്ളത് കൊണ്ടാണ് ആവർത്തിച്ചു പോകുന്നത്. അതുകൊണ്ട് ആവർത്തിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, അതൊന്നുകൂടെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നല്ലോ എന്നോർത്തുകൊണ്ട് അതിന്മേൽ ദൈവത്തിന് നന്ദി പറയുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് കൂടുതൽ ഓർക്കാനായിട്ട് സാധിക്കുന്നതുകൊണ്ട് നല്ലതാണ്. ഈ ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് ചിലപ്പം ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. കുറച്ചുകൂടെ ആവർത്തിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ക്ലിയർ ആയി വരികയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യഫലം എവിടെ പറഞ്ഞാലും ഈ പഠിച്ചു പോയ കാര്യം പിന്നെ എടുക്കുന്നത്. പുനരുത്ഥാനത്തെക്കുറിച്ച് പിന്നെ ആവർത്തിക്കുന്നത് കൊണ്ടാണ് എങ്ങനെയെങ്കിലും ഈ വചനം ഒന്ന് അകത്ത് വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കരുത് എന്തിനാ ഇത്രയും പ്രാവശ്യം ആദ്യഫലത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ആവർത്തിക്കുന്നത്. ഇവിടെ ആദ്യഫലം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇവരാരാണ് എന്നുള്ളതിൻ്റെ തെറ്റായിട്ടുള്ള യാതൊരുവിധമായ വചനവിരുദ്ധമായ കാര്യങ്ങളിലേക്കും പോകാതിരിക്കാൻ വേണ്ടി അനവധി സാങ്കല്പികമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഇതിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ളത് കൊണ്ട് അതെന്താണെന്ന് വ്യക്തമാക്കി വെളിപ്പെടുത്തേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഹിതമായതുകൊണ്ടാണ് ആദ്യഫലത്തെക്കുറിച്ചുള്ള 3 ആദ്യഫലങ്ങൾ ആരാണ് എന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒന്നാമത് മരിച്ചവരുടെ എന്നുള്ള ആദ്യഫലമാണ് കർത്താവായ യേശു ക്രിസ്തു. മരിച്ചവരുടെ എന്നുള്ള ആദ്യഫലം. മരിച്ചവരുടെ നിന്ന് ആദ്യഫലം എന്ന് പറയുമ്പോൾ മരിച്ചവരുടെ നിന്ന് പുനരുത്ഥാനം പ്രാപിച്ചില്ലേ? ലാസർ മരിച്ചവരുടെ നിന്ന് പുനരുത്ഥാനം പ്രാപിച്ചു. യായൂറോസിന്റെ മകൾ പുനരുത്ഥാനം പ്രാപിച്ചു. അങ്ങനെ എലീശായുടെ അസ്ഥിയെ തൊട്ടപ്പോൾ ഒരാൾ എഴുന്നേറ്റു. പക്ഷെ ഇവരൊക്കെ മരിച്ചവരിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിച്ചതിന് അർത്ഥം അവർ എഴുന്നേറ്റ് വന്നിട്ട് വീണ്ടും അവർ മരിച്ചുപോയി, അവർ വീണ്ടും മൺമറയപ്പെട്ടു പോയി. എന്നാൽ നസറായിരിക്കുന്ന യേശു മരിച്ചവരുടെ നിന്ന് ആദ്യഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു അങ്ങനെ മരിച്ചവരുടെ നിന്ന് എഴുന്നേറ്റിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് മരിച്ചു പോയല്ല ചെയ്തത്. അപ്പോൾ മരിച്ചവർ ഇത് വ്യക്തമാക്കി മനസ്സിലാക്കണം. ഇപ്പോൾ ആരെങ്കിലും ഞങ്ങളോട് ചോദിക്കുക മരിച്ചവരുടെ നിന്ന് ആദ്യഫലം യേശുവാന്ന് പറയുമ്പോൾ അതിന് മുമ്പ് മരിച്ചവർ ഉയർത്തെഴുന്നേറ്റുണ്ടല്ലോ, യേശു ഉയർപ്പിച്ച ലാസർ ഉയർത്തെഴുന്നേറ്റിട്ടില്ലേ? ഉണ്ടല്ലോ. അപ്പോൾ അവൻ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റല്ലേ? അതല്ലോ, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. എന്നാൽ പഴയ നിയമത്തിൽ
ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടില്ലേ? ഉണ്ട്, ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ അവർ മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, അപ്പോൾ അവർ ആദിഫലമാണോ? അല്ല, അങ്ങനെയല്ല. അതിൻ്റെ അർത്ഥം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരൊക്കെ വീണ്ടും മൺമറയപ്പെട്ടു. അവർക്ക് പുനരുത്ഥാനത്തോടുകൂടി അവർ ശാരീരികമായിട്ടുള്ള ഭൗമിക ശരീരത്തിൽ ഏതാ ശരീരത്തിലാണോ മരിച്ചത് ആ ശരീരത്തോട് ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ ക്രിസ്തുയേശു അവൻ വചനമായതുകൊണ്ട് അവന് ശരീരം ദ്രവിച്ചു പോയില്ല, അവന്റെ ശരീരം ദ്രവത്വം കണ്ടില്ല. അവനിൽ പകർന്ന അവന്റെ ശരീരം മാത്രമേ ദ്രവത്വം കാണാതിരുന്നുള്ളൂ. മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആദ്യനായി എന്നേക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവിക്കുന്നു. അപ്പൊ എന്നേക്കും ജീവിക്കുന്നു എന്നുള്ളതിൽ ആദ്യനാണ് യേശു ക്രിസ്തു. അപ്പോൾ ഇതിനെയാണ് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ആദ്യജാതൻ, ആദ്യ ഫലം എന്ന് പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്ന് വചനം ജഡമായി തീർന്ന് 33.5 വർഷം ഇവിടെ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ, മനുഷ്യടയിൽ പാർത്ത് 33.5 വയസ്സിൽ അവൻ 3 ആണികളിൽ ക്രൂശിക്കപ്പെട്ട് വിലാപ്പുറം കുത്തിത്തുളയ്ക്കപ്പെട്ട് തലയിൽ അവൻ മുൾക്കിരീടം ധരിച്ച് അവന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയ രക്തം കൊണ്ട് അവൻ ജീവൻ വെടിവാടത്ത് അവന്റെ ശരീരത്തിലെ അവസാന തുള്ളി രക്തം വരെയും അത് ഊറ്റിത്തന്നിട്ടാണ് ആ ശരീരം നിർജീവമായി തീർന്നത്. അങ്ങനെയാണ് യേശു മരിക്കുന്നത്. യേശു മരിക്കുന്നതിന് മുമ്പായി അവന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന അവസാന തുള്ളി രക്തം വരെ കുന്തം കൊണ്ട് കുത്തി വെളിയിൽ വന്നു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അവസാന തുള്ളി രക്തം വരെ യേശു നമുക്ക് വേണ്ടി തന്നെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മുഴുവനും രക്തം ഊറ്റി തന്നു. ഇവിടെ നമ്മളൊക്കെ മരിക്കുന്നത് ഹൃദയം തകർന്നിട്ടാ മരിക്കുന്നത്, ഹൃദയം സ്റ്റോപ്പ് ചെയ്യുക. എന്നാൽ ഒരു കിണറ്റിലെ വെച്ചിരിക്കുന്ന മോട്ടർ അത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ വെള്ളം തീർന്നു കഴിഞ്ഞാൽ പിന്നീട് അതിന് പ്രവർത്തിപ്പാൻ കഴിയാത്തതുപോലെ യേശുവിന്റെ മരണം എന്ന് പറയുമ്പോൾ അവന്റെ ജീവൻ മുഴുവനും നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. പിന്നീട് അവന്റെ ശരീരത്തിൽ ജീവൻ എന്നുള്ളത് ഇല്ലായിരുന്നു. അതിനെയാണ് യേശു ജീവൻ വെടിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇത്രയും പറയാൻ കാരണം ക്രിസ്തു യേശുവിന്റെ മരണം എന്താണ്, ക്രിസ്തു യേശു മരിച്ചവരുടെ ആദിഫലം എന്താണ് എന്നൊക്കെയുള്ളത് മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ മോട്ടറിന് ഒരു കുഴപ്പമില്ലായിരുന്നു, ഹൃദയത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നു, വെള്ളം തീർന്നതാണ് കാരണം. എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ രക്തം മുഴുവനും നമുക്ക് വേണ്ടി അവൻ ഊറ്റിത്തരുവാനിടയാത്തുന്നു. അങ്ങനെ നമ്മെ ജീവൻ തന്ന് സ്നേഹിച്ചു. അതുകൊണ്ടാണ് പറയുന്നത് മുഴുവനും നമുക്ക് വേണ്ടി തന്നു. മനുഷ്യന് വേണ്ടി സകലതും തന്നത് നസ്രയൻ മാത്രമേയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മഹാരഥന്മാരൊക്കെ പലതും അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ച് കാണും, വിവാഹം കഴിച്ച് കാണത്തില്ല. വേണമെങ്കിൽ അവർ പലതും അവരുടെ ജോലി ഉപേക്ഷിച്ച് കാണും, പലതും ഉപേക്ഷിച്ച് മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പലതും ചെയ്ത് കാണും. എന്നാൽ അവർക്കാർക്കും മുഴുവനും നൽകുവാൻ കഴിഞ്ഞില്ല. നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ പ്രസംഗിക്കുന്ന, നസറയനായിരിക്കുന്ന യേശു എന്ന സകല മനുഷ്യരുടെ കർത്താവായിരിക്കുന്ന, സർവത്തിൻ്റെ ഉടമയായിരിക്കുന്ന യേശു മാത്രമാണ് നമ്മെ മുഴുവനും തന്ന് നമ്മെ സ്നേഹിച്ചത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി മുഴുവൻ ജീവനും തന്ന് നമ്മളെ രക്ഷിച്ച കർത്താവിനെ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവനും കൊടുത്തുകൊണ്ട് അവനെ സ്നേഹിച്ച് ആരാധിക്കുന്നതിനെയാണ് പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും ദൈവത്തെ ആരാധിക്കുക എന്നതിൻ്റെ അർത്ഥം. പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കുക എന്നതിൻ്റെ അർത്ഥം. പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും ആരാധിക്കുമ്പോൾ സർവവും ആ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ നീ എനിക്ക് വേണ്ടി നിന്റെ ജീവൻ മുഴുവൻ ഊറ്റിത്തന്നതാണ്, അതുകൊണ്ട് എന്നെ ഞാൻ പൂർണ്ണമായിട്ട് സമ്പൂർണമായി സമർപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് ദൈവപാതയുടെ സമർപ്പിക്കുന്നതാണ് പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി ആരാധിക്കുന്നത്. എന്നാൽ ദേഹവും ദേഹിയും ആത്മാവും പൂർണ്ണമായി ജീവൻ തന്ന ദൈവത്തിന് സമർപ്പിക്കുന്നതിനെയാണ് ദൈവത്തെയുള്ള സത്യാരാധന എന്ന് പറയുന്നത്. ദേഹത്തെ പൂർണ്ണമായി സമർപ്പിക്കണം, നമ്മുടെ ശരീരത്തെ വിശുദ്ധിയുള്ള യാഗമായ ദൈവത്തെ സമർപ്പിക്കണം, നമ്മുടെ ജീവനായിരിക്കുന്ന മനസ്സിനെ ദൈവത്തിന് ഏൽപ്പിക്കണം, ആത്മാവിനെ ഏൽപ്പിക്കണം. ദേഹവും ദേഹിയും ആത്മാവും പൂർണ്ണമായി ഏൽപ്പിക്കുവാൻ കാരണം കുഞ്ഞാടാം ദൈവം അവൻ നമുക്ക് വേണ്ടി സകലവും തന്നത് കൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം ഞാൻ ഇവിടെ കൂടുതലായിട്ട് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നാൽ ആദ്യഫലം എന്നുള്ളത് മനസ്സിലായല്ലോ. അവൻ എന്നേക്കും ജീവിച്ചവനായി, എന്നേക്കും ഇരുന്നവനായവൻ ലോകത്തിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് അവൻ പുനരുത്ഥാനം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ എന്നേക്കും ജീവിക്കുന്നവരിൽ ആദിജാതനായി ഉയർത്തെഴുന്നേറ്റത് യേശു ക്രിസ്തുവാണ്. അവനെ സ്വർഗത്തിന്റെ ആദിഫലമാകുന്നു.
യേശു ക്രിസ്തു മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആദ്യനാണ് സ്വർഗത്തിന്റെ ആദ്യഫലമാകുന്നു. സർവ്വസൃഷ്ടികളിൽ നിന്നുള്ള ആദ്യഫലത്തെക്കുറിച്ച് യാക്കോബിന്റെ ലേഖനത്തെ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞാടാം ദൈവത്തിന്റെ നിർമ്മല കന്യകയാണ് സർവ്വസൃഷ്ടികളിൽ നിന്നുള്ള ആദ്യഫലം. അപ്പോൾ സർവ്വസൃഷ്ടികളിൽ നിന്നുള്ള സൃഷ്ടികളിൽ അതിശ്രേഷ്ഠമായിരിക്കുന്ന സൃഷ്ടിയായി തീരുന്നത് ഈ സൃഷ്ടികളിൽ നിന്നുള്ള ആദ്യഫലമായിട്ടിരുന്നവരാണ്. അപ്പം നമ്മളെല്ലാം സൃഷ്ടികളാണ്. നമുക്കൊരിക്കലും ദൈവമാകാൻ പറ്റത്തില്ല. ദൈവത്തോട് നമുക്ക് ദൈവത്തിനോട് ഈക്വാലിറ്റി പെടാൻ പറ്റില്ല. ഞാനും ദൈവം ഒന്നാകുന്നെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ബന്ധത്തിൽ പറഞ്ഞ ഒരു ഈക്വാലിറ്റി, സമത്വത്തിലാണ്. എന്നാൽ നമ്മൾ സൃഷ്ടികളായതുകൊണ്ട് സമത്വത്തിലല്ല, നമ്മൾ സദൃശ്യത്തിലുള്ളവരായി തീരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുഞ്ഞാടിനോട് ദൈവത്തോട് സദൃശ്യപ്പെടുവാനുള്ള ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ സൃഷ്ടികളായി തീർന്ന്, പുതിയ സൃഷ്ടിയായി തീർന്ന് ദൈവത്തോട് ചേരുന്ന ഒരേ ഒരു സൃഷ്ടി ഉണ്ടെങ്കിൽ, ദൈവിക തൃത്വത്തോട് ചേരുവാൻ ഒരു സൃഷ്ടി അത് ഉള്ളത് ദൈവം അനാദിയിൽ കണ്ടത് ഏറ്റവും വലിയ മർമ്മം മറ്റൊന്നുമല്ല, അവനോട് കൂടെ അവന്റെ ആ സകല അധികാരത്തിനും സകലത്തിനും യോഗ്യരായി തീരുവാൻ വേണ്ടി സൃഷ്ടികളെന്ന് ഒരു സൃഷ്ടിയെ ദൈവം ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങി അവരെ അവനോടുകൂടെ ചേർക്കുമെന്നുള്ളതാണ് അനാദിയിലെ രഹസ്യം. ആ രഹസ്യത്തെയാണ് പരിശുദ്ധാത്മാവ് സുവിശേഷത്തോട് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി സന്ദേശം കേൾക്കുമ്പോൾ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഏറ്റവും വലിയ മർമ്മം മറ്റൊന്നുമല്ല, അവനോടുകൂടെ ചേരുവാൻ ഭാഗ്യം ലഭിക്കുന്ന ഇന്ന് രാത്രിയിൽ, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗീയ പദവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് എത്ര വലുതാണ് എന്നുള്ളത് ഓർത്തുകൊണ്ട് വേണം നിത്യതയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ സ്ഥാന മഹിമയുടെ വില മനസ്സിലാക്കി വേണം ഇവിടെ നിഴൽ പോലെയുള്ള താൽക്കാലികമായിരിക്കുന്ന 70-80 വർഷം, അല്ലെങ്കിൽ നാം ഇവിടെ ജീവിക്കുന്ന ഈ ജീവിതകാലം ദൈവത്തിന് പ്രയോജനകരമായി, ദൈവത്തിനും മനുഷ്യർക്കും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ കർത്താവിന്റെ വചനപ്രകാരം യഥാർത്ഥമായി ജീവിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ അവന്റെ നിയന്ത്രണത്തിൽ ജീവിച്ചാൽ നാം സകല സർവസൃഷ്ടികളിൽ നിന്നുള്ള ആദ്യഫലമായി തീർന്ന് അവനോട് ചേരുവാൻ കഴിയും. അപ്പോൾ ദൈവിക തൃത്വത്തോട് ചേരുവാൻ ഒരു കൂട്ടർക്കും മാത്രമേ കഴിയുകയുള്ളൂ. അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിൽ പേഴ്തിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയാണ്. അപ്പോൾ നമ്മൾ ആദ്യജാതന്മാരുടെ സഭയാണ്. എന്നാൽ ആദ്യജാതൻ എന്നുള്ളത് യേശു ക്രിസ്തു ഏകനാണ്. എന്നാൽ നമ്മൾ ആദ്യജാതന്മാരുടെ സഭ, അതിനെക്കുറിച്ചാണ് നമ്മൾ വെളിപ്പാട് 12-ാം അധ്യായത്തിൽ ഒരു ആൺകുട്ടി സ്വർഗസിംഹാസനത്തിലെടുത്തു. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ സർവ്വസൃഷ്ടികളുടെ ആദ്യഫലമാണ് മണവാട്ടി സഭ. മൂന്നാമത് പറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ ആദ്യഫലം അവർ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കാളികളാകുന്നവരാണ്. ഇസ്രായേലാണ് ദൈവത്തിന്റെ വിളവിന്റെ ആദ്യഫലമാകുന്ന ഭൂമിയിലെ ദൈവത്തിന്റെ കൃഷിയിൽ വിളവെടുപ്പാകുന്ന ലോകാവസാനമാകുന്ന കൊയ്ത്ത് അവസാനിക്കുന്നതിന് മുമ്പ് ശേഖരിക്കുന്ന ഇസ്രായേലിൽ നിന്നുള്ള രക്തസാക്ഷികളാകുന്ന 144,000 പേരെയാണ്. മനുഷ്യരിൽ നിന്ന് വിളവിന്റെ ആദ്യഫലമായിട്ടാണ് ഇവരെ സ്വർഗത്തിലേക്ക് എടുക്കുന്നത്. അവരെ ഭൂമിയുടെ ആദ്യഫലം അഥവാ മനുഷ്യരുടെ നിന്നുള്ള ആദ്യഫലം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സ്വർഗത്തിന്റെ ആദ്യഫലം യേശു ക്രിസ്തു, സർവസൃഷ്ടിയുടെ ആദ്യഫലം ആദ്യജാതന്മാരുടെ സഭ, ഭൂമിയിൽ നിന്നുള്ള ആദ്യഫലം, ഭൂമിയുടെ ആദ്യഫലം, മനുഷ്യരുടെ നിന്നുള്ള ആദ്യഫലം 144,000. ഇതാണ് 3 ആദ്യഫലം. അപ്പൊ മനുഷ്യരുടെ ആദ്യഫലമായി എടുക്കപ്പെടുന്നത് ഇസ്രായേലിലെ സകല ഗോത്രങ്ങളെന്നും ആണത് നമ്മൾ ചിന്തിച്ചു. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അപ്രകാരമുള്ളവരെ വ്യഭിചാരിണികൾ എന്ന അർത്ഥത്തിലാണ് വ്യക്തമായിരിക്കുന്ന വിളവിന്റെ ആദ്യഫലത്തെക്കുറിച്ച് പ്രസ്താവിച്ചതിലെ പ്രസക്ത ഭാഗങ്ങൾ നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ, അവർ കന്യകമാരാകിയാൽ, നമ്മളതിനെ ഒന്നുകൂടെ വിചിന്തനം ചെയ്യുകയാണ്. അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവരായിരിക്കും. ദൈവത്തിന് മുദ്രയേൽക്കുന്ന 144,000 പേരിൽ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഉണ്ടായിരിക്കും. ഇല്ലേ? പുരുഷന്മാരുണ്ടല്ലോ. അന്ന് രക്തസാക്ഷിത്വം വഹിക്കുന്നതിൽ സ്ത്രീകൾ മാത്രമാണോ ഉള്ളത്? കന്യകമാരെന്ന അതിന്റെ അക്ഷരീക അർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ 144,000 പേർ കന്യകമാരാണെങ്കിൽ അവര് പുരുഷന്മാർ മാത്രമല്ല, അതിൻ്റെ അകത്ത് സ്ത്രീകൾ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ കന്യകമാർ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഇവിടുത്തെ വിഭാഗത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതല്ല, ലോകസ്നേഹത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. എതിർക്രിസ്തുവിന്റെ വന്ന സമയത്ത് സകല ഭൂരിപക്ഷം ആൾക്കാരും ലോകസ്നേഹത്തിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ബോഷ്കില്ലാത്ത നിഷ്കളങ്കരായിട്ടുള്ള ഇസ്രായേലിനുള്ള ബന്ധത്തിലുള്ളവരാണ് ഇവിടെ അവരെ കന്യകമാരെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഭൂമിയുടെ ആദ്യഫലമാകുന്നവർ ഭൃത്യന്മാരുടെ പദവിയിലുള്ള കന്യകമാരാകുന്നു. ഇവര് കന്യകമാരാണ്, പക്ഷെ ഇവര് സഹഭൃത്യന്മാരുടെ പദവിയാണ്. പക്ഷേ
നമുക്ക് സഭയുടെ കന്യകമാരെ കുറിച്ച് പഠിക്കുമ്പോൾ അവര് സഹോദര പദവിയിലുള്ള കന്യകമാരാകുന്നു. അപ്പോൾ രണ്ട് കൂട്ടരുള്ള ബന്ധത്തിൽ അപ്പോൾ രണ്ട് കന്യകമാരല്ലേ എന്ന് ചിന്തിച്ച് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ ഇവരെക്കുറിച്ച് പറയുമ്പോൾ സഹഭൃത്യന്മാരുടെ ബന്ധത്തിലുള്ളവരാണ്. എന്നാൽ ദൈവസഭയുടെ മണവാട്ടിയുടെ തോഴിമാരുള്ള ബന്ധത്തിൽ പറയുമ്പോൾ സഹോദര പദവിയിലുള്ള കന്യകമാരാകുന്നു. ഇപ്പം ഇത്രയും മാത്രം കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട. ആർക്കും സംശയം ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇനി ഇവർ കന്യകമാരാണല്ലോ, ഈ കന്യകമാരെന്ന് പറയുമ്പോൾ 144 കന്യകമാരെന്ന് പറയുന്നു, പിന്നീട് ഇടത്തും വലത്തും നടക്കുന്ന അവരും കന്യകമാരാണെന്ന് പറയുന്നുള്ളൂ. ഇപ്പോൾ ഇത് ഏതാണ് ശരിയെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ്, ഇപ്പോൾ ഇവർ കന്യകമാരുടെ പദവിയിലാണെങ്കിൽ ഇവര് ഈ പുതിയ നിയമസഭയുടെ കന്യകമാർ സഹോദര പദവിയിലുള്ളവരാണ്. എന്നാൽ ഈ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിൽ രക്തസാക്ഷികളാകുന്ന 144,000 പേര് അവർ സഹോദര പദവിയിലല്ല, അവർ സഹഭൃത്യന്മാരാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതിനെയൊക്കെ എങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റും? ആരെങ്കിലും ചോദിച്ചാൽ അവിടെ കൂടെ നമ്മൾ ബുദ്ധിമുട്ടി പോകത്തില്ലേ? എന്നാൽ ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ അവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ സഹഭൃത്യന്മാരെന്ന് പറയുമ്പോഴും സഹോദരന്മാരെന്ന് പറയുമ്പോഴും വെറുതെ ഒരു ഭംഗിക്ക് എഴുതി വെച്ചതല്ല. ഇതെല്ലാം ചോദ്യങ്ങൾ വരാം. ഇത് മനുഷ്യൻ ചിന്തിക്കുന്നവനാണ്, അവന് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇത് വായിക്കുമ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ കന്യകമാരല്ലേ ഇവരും, അപ്പോൾ തപ്പ് കൊട്ടുന്ന കന്യകമാരെന്ന് പറയുമ്പോൾ അവരല്ലേ ഇവർ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ അല്ല, അത് പുതിയ നിയമത്തിന്റെ പുതിയ നിയമത്തിൽ നിന്നുള്ള കന്യകമാരുടെ നിലവാരത്തെത്തുന്നവരാണ്, അവർ വ്യത്യസ്തമുള്ളവരാണെന്ന് പറഞ്ഞ് നമുക്കതിനെ വ്യാഖ്യാനിക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് സഹോദര പദവിയും സഹവർത്തി പദവിയുമുള്ള കന്യകമാരുണ്ടെന്നുള്ളത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് സംശയമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അല്ലേ ഈ വചനം വായിക്കുന്ന എല്ലാവർക്കും അത് അത്രമാത്രം ആഴത്തിൽ മനസ്സിലാകണമെന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, കന്യകമാരെന്ന് മനസ്സിലായി. അപ്പോൾ തപ്പ് കൂട്ടുന്ന കന്യകമാർ ഇരുപൂർവ്വം നടന്നു. ഇപ്പോൾ കന്യകമാർ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. അത് പുതിയ നിയമസഭയുടെ തോഴിമാരാകുന്ന കന്യകമാരാണെന്ന് പഠിപ്പിച്ചപ്പോൾ ഇവിടെയും കന്യകമാരെ കണ്ടല്ലോ. അപ്പം ഇവര് പുറകിൽ പോകുന്നവരാണ്, നപ്താലിയാണെന്ന് പറഞ്ഞ് നമ്മൾ വീണക്കാരാന്ന് പറയുമ്പോൾ സംശയം ഉണ്ടാകാം. അപ്പം അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിർമ്മല കന്യക എന്നുള്ളത് ഒന്നുകൂടെ ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ വിശദമായി പറയുകയാണ്. ഇത്രയും വിശദമായിട്ട് ഇതുവരെ എഴുതിയിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഇത് സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് വളരെ വളരെ കൃത്യതയോടുകൂടി ഈ സംശയങ്ങൾ തീർത്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിർമ്മല കന്യക എന്നുള്ളത് കുഞ്ഞാടിന്റെ മണവാട്ടിയാണ്. അപ്പോൾ ബാക്കിയുള്ളത് കന്യകമാരാണ്. പക്ഷേ സഹോദര പദവിയിലുള്ള കന്യകമാരാണ് മണവാട്ടിയുടെ തോഴിമാരായിത്തീരുന്നത്. എന്നാൽ സഹഭൃത്യന്മാരുടെ പദവിയിലുള്ള കന്യകമാരുടെ നിലവാരത്തിലുള്ളവരാണ് ഈ പറയുന്ന 144,000. അപ്പോൾ അതിൻ്റെ അകത്ത് സംശയം മാറി ഞാൻ വിശ്വസിക്കുന്നു. നിർമ്മല കന്യക, സഹോദരന്മാരുടെ പദവിയുള്ള കന്യകമാർ, അതുപോലെ തന്നെ സഹഭൃത്യന്മാരുടെ നിലവാരത്തിലുള്ള കന്യകമാർ, ഇങ്ങനെ ഉള്ള വേർതിരിവുകൾ മനസ്സിലാക്കണം. ഇതെല്ലാം കഴിഞ്ഞ നമ്മൾ ചിന്തിച്ച വിഷയങ്ങളോട് ബന്ധത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ഗോത്രങ്ങൾ ഭൂമിയുടെ ആദിഫലമാകുന്ന ഭൃത്യന്മാരുടെ പദവിയിലുള്ള കന്യകമാരാകുന്നു. പുതിയ നിയമസഭയുടെ ആദിഫലം പുത്രത്വം പ്രാപിക്കുന്ന നിർമ്മല കന്യകയും സഹോദര പദവിയുള്ള കന്യകമാർ നിർമ്മലയോട് നടക്കുന്ന തോഴിമാരുമാണ്. ഇതേക്കുറിച്ച് ഞാൻ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് വിശദീയമാക്കി പഠിപ്പിച്ചിട്ടില്ല. എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് ദൈവാത്മാവിൽ കാഴ്ചപ്പാട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ എഴുതിയ ദൈവം എഴുതിയ 460 പുസ്തകത്തിന് 460 പേജ് വായിച്ചാൽ മതി. അത് എഴുതിയിട്ടുണ്ട്. അന്ന് ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ ഇത്ര വിശദമായിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അന്ന് ഇത് ദൈവാത്മാവ് വെളിപ്പെടുത്തിയിരുന്നു. നമുക്ക് കൃത്യതയോടുകൂടി അത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അതിൻ്റെ വെളിപ്പാട് കിട്ടുന്നത്. ഞാൻ അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പരിശുദ്ധമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അന്ന് ഇത്രയും കാര്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇന്ന് ഇത് വെളിപ്പെടുത്തുന്നത്, ഇവിടെ ഇത് വായിക്കുമ്പോൾ പുതിയ നിയമസഭയുടെ ആദിഫലം പുത്രത്വം പ്രാപിക്കുന്ന നിർമ്മല കന്യക. ഇപ്പൊ പുത്രത്വം പ്രാപിക്കുന്നവരാണ് നിർമ്മല കന്യകയായിട്ട് നമ്മൾ പുത്രത്വം പ്രാപിക്കുന്നവരാണ്. സഹോദര പദവിയുള്ള കന്യകമാർ നിർമ്മല കന്യയുടെ കൂടെ നടക്കുന്ന തോഴിമാരാണ്. അവരോടൊപ്പം ദൈവത്തെ അനുഗമിക്കുന്ന പദവിക്ക് യോഗ്യരാകുന്ന പഴയ വിശുദ്ധന്മാർ സഹഭൃത്യന്മാരുടെ പദവിക്ക് യോഗ്യന്മാരാകുന്നു. അപ്പോൾ ഈ 3 കൂട്ടരെ കുറിച്ചും വളരെ വ്യക്തമായി നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദമായ ഒരു അവലോകനം ഇന്ന് രാത്രി തന്നിരിക്കുന്നതുകൊണ്ട് ഇനി മറ്റൊരു സംശയം ഇതിൽ ഉണ്ടാകത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ മഹാരാജൻ കർത്താവിനോട് ചേരുന്ന പുത്രത്വം പ്രാപിക്കുന്ന നിർമ്മല കന്യക, അവനെ അനുഗമിക്കുന്ന സഹോദര പദവിയിലുള്ള കന്യകമാർ, സഹഭൃത്യന്മാരുടെ പദവിയുള്ള കന്യകമാർ 144,000 പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാർ എന്നിവരാണ് ക്രിസ്തുവിനെ എപ്പോഴും അനുഗമിക്കുന്നത്.
ഇന്ന് രാത്രിയിൽ നാം ഇവിടെ അനുഗമിച്ച് മണ്ണിൽ ചേർന്ന് തീർന്നു പോവുകയല്ല. മറ്റു പലരെയും അനുഗമിച്ച് മണ്ണടിഞ്ഞു തീരുമ്പോൾ അവർ അനുഗമിച്ച വ്യക്തിയും തീരും, അനുഗമിക്കുന്നവരും തീർന്നു പോകും. എന്നാൽ ഒരിക്കലും തീരാത്ത ഒരു ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ, നമുക്കറിയാം അനേക കോടിക്കണക്കിന് ആൾക്കാർ വ്യക്തികളെ, മനുഷ്യരെ അനുഗമിക്കുന്നുണ്ട്. എന്നാൽ അവിടെ അനുഗമനവും കാര്യങ്ങളുമെല്ലാം മണ്ണോട് തീരും. ആരവരെ അനുഗമിച്ചോ അവരും തീരും, അനുഗമിക്കുന്ന ഫോളോവേഴ്സും തീരും. എന്നാൽ ദൈവവചനത്തിന്റെ സത്യത്തിൽ വിളിച്ചു പറയട്ടെ, നാം അനുഗമിക്കുന്ന ക്രിസ്തു യേശു ഒരിക്കലും തീർന്നവനല്ല, നിത്യനാണ്. അതുകൊണ്ട് നാമും എന്നേക്കും അവനെ അനുഗമിക്കുന്നവരാണ്. യേശു പറഞ്ഞില്ലേ, എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞപ്പോൾ ആ അനുഗമിക്ക എന്ന് പറഞ്ഞത് കേവലം 3.5 വർഷത്തെ അനുഗമനമല്ല, എന്നേക്കുമുള്ള നിത്യതയോളം ഒരിക്കലും മാറ്റമില്ലാത്ത ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. രാത്രിയിൽ മർമ്മം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പലരും മതങ്ങളും പലതിനെ അനുഗമിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാർ, തത്വചിന്തകന്മാർ, അവരെയൊക്കെ അനുഗമിക്കുന്ന ഫോളോവേഴ്സ് ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം, ഈവൻ യൂട്യൂബിലോ മറ്റുള്ള എനിക്കറിയത്തില്ല ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളവരുണ്ട്. 10 മില്യൺ അല്ലെങ്കിൽ 2 കോടി 3 കോടി എന്നൊക്കെ പറയുന്ന ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഈ മണ്ണിൽ തീർന്നു പോകുമ്പോൾ ഒരിക്കലും തീർന്നു പോകാത്ത ഒരുവൻ നമുക്ക് നായകനായിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്കൊരുവനേ നായകനുള്ളൂ, അത് ക്രിസ്തു തന്നെ. രാത്രിയിൽ നമ്മുടെ നായകൻ ക്രിസ്തുവാണ്. അവൻ എന്നേക്കുമുള്ളവനാ. അവനെ അനുഗമിക്കുന്നവരും എന്നേക്കുമുള്ള. കർത്താവ് പറഞ്ഞു, എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ ആടുകൾ എന്നെ അനുഗമിക്കും. ആദമിക തലമുറയിൽ നിന്ന് ദൈവത്തെ വിവിധ സമയങ്ങളിൽ, വിവിധ കാലഘട്ടങ്ങളിൽ അവരുടെ സാഹചര്യത്തിനനുസരിച്ച്, അന്നത്തെ വിളിക്കനുസരിച്ച് അനുഗമിച്ചവരെല്ലാവരും സ്വർഗത്തിൽ അവനെ എന്നേക്കുമായി അനുഗമിക്കും. യേശു പോകുന്ന, ദൈവം പോകുന്ന സകല സ്ഥലത്തും അനുഗമിക്കുവാൻ, അവനോട് കൂടെ പോകുവാൻ ഭാഗ്യം ലഭിച്ചവരെയാണ് സ്വർഗീയ തേജസ് പ്രാപിക്കുന്നവർ എന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മർമ്മമേറിയ വചനം മനസ്സിലായെങ്കിൽ നാം ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കണം, ഈ മൂക്കിൽ ശ്വാസമുള്ള സമയത്ത് നാം എടുത്ത തീരുമാനം തെറ്റിപ്പോയിട്ടില്ല. ഏറ്റവും നല്ല തീരുമാനം നാം എടുത്തത് അവനെ അനുഗമിക്കുവാൻ, നാം അവന്റെ പിന്നാലെ പുറപ്പെട്ടതുകൊണ്ട് നാം ഒരിക്കലും തള്ളപ്പെട്ടു പോകുകയല്ല. എന്നേക്കും നാം അനുഗമിക്കുന്നതിനോട് കൂടെ, അവനോടുകൂടെ നമുക്ക് അനുഗമിക്കുവാൻ ഭാഗ്യം ലഭിക്കും. ആ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ സ്തോത്രം ചെയ്യണം. അതേ, അനുഗമിക്കുന്നവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായി അവനോട് ചേരുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ ദിവസങ്ങളിൽ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നമ്മുടെ ജീവിതത്തെ നാം സമർപ്പിച്ചു കൊടുക്കണം. എത്രമാത്രം ശ്രേഷ്ഠമേറിയ കാര്യം! ഒരുപക്ഷെ അനുഗമിക്കുക എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് അവർ ഇറങ്ങി തിരിച്ചവരൊന്നും മനസ്സിലാക്കി കാണത്തില്ല. എന്നാൽ പത്രോസിനും യാക്കോബിനും യോഹന്നാനും അന്ന് കർത്താവിനെ വിളിച്ചവർ, കർത്താവ് വിളിച്ചപ്പോൾ അവനെ അനുഗമിച്ചവർ ഒരുപക്ഷെ പലരും അവനെ കളിയാക്കി കാണും. ദൂതൊന്നും എടുക്കുന്നില്ല, ദൈവം വെച്ചാൽ മറ്റൊരു ക്ലാസ് ആയിട്ട് അത് എടുക്കാം, മറ്റൊരു ദിവസത്തെ ദൂതായിട്ട് എടുക്കാം. പക്ഷേ എനിക്ക് അതിനകത്ത് ഒരുപാട് ആഴങ്ങൾ, മർമ്മങ്ങൾ വെളിപ്പെടുന്നതുകൊണ്ട് അതിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഇന്ന് ഈ എതിർക്രിസ്തു എന്നുള്ള സബ്ജക്റ്റ് എനിക്ക് പൂർത്തീകരിക്കപ്പെടേണ്ടതുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ദൈവം വെച്ചാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വിഷയം നമുക്ക് എന്നേക്കുമായിട്ടുള്ള അനുഗമനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ അതിനുള്ള സമയം നൽകട്ടെ. ഞാനിവിടെ നിർത്തുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നാം ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, നാം അനുധാവനം ചെയ്യുന്നത്, നാം അനുഗമിക്കുന്നത് മനുഷ്യരെ അല്ല, ലോകത്തിലെ ഏതെങ്കിലും തത്വശാസ്ത്രങ്ങളെ അല്ല. അങ്ങനെ പലതിൻ്റെയും പിന്നാലെ നാം പോയവരായിരുന്നു. നമ്മുടെ കണ്ണുകൾ കെട്ടപ്പെട്ടവരായിരുന്നു, അറിയത്തില്ലായിരുന്നു. എന്നാൽ കുഞ്ഞാടാം ദൈവത്തിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ പാപത്തിൻ്റെ അന്ധത, നമ്മുടെ പാപത്തിന് കഴുകി നമ്മുടെ അന്ധത മാറിയപ്പോൾ നമുക്ക് അവൻ്റെ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ കാതുകൾ തുറന്നു, അവനെ കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറന്നു, അവനിൽ വിശ്വസിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ ദൈവം തുറന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പറയണം, ഞാൻ എൻ്റെ യേശുവിനെ അനുഗമിക്കുന്നവനാണ്. ഈ അനുഗമനം ഇവിടം കൊണ്ട് തീർന്നു പോകുന്നതല്ല,
എന്നേക്കും അവനെ അനുഗമിക്കുവാൻ, അവനോട് ചേരുവാനുള്ള വലിയ പദവി ലഭിച്ചിരിക്കുന്ന വിശുദ്ധന്മാരെല്ലാം സ്വർഗാസ്വർഗത്തിൽ ഉണ്ടായിരിക്കും. അല്ല, ആരൊക്കെയാണുള്ളത്? നിർമ്മല കന്യക അവനോട് ചേർന്നിരിക്കും. അവനെ അവൻ പോകുന്നിടത്തെല്ലാം അവനോട് ചേരുന്നതാണ് നിർമ്മല കന്യക. അവരെ വേർപിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, അവർ മേലാൽ രണ്ടല്ല ഒന്നത്രേ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന മർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഈ ആദത്തിൽ നിന്ന് ഹവ്വയെ വേർതിരിച്ചപ്പോൾ പറഞ്ഞു, അവർ മേലാൽ രണ്ടല്ല ഒന്നത്രേ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൽ നാം ഒന്നായി തീരുന്നു എന്നുള്ളതാണ്. നമ്മെ അനുഗമിക്കുവാൻ വേണ്ടി, ക്രിസ്തു പോകുന്നിടത്തെല്ലാം അനുഗമിക്കാൻ വേണ്ടി സഹഭൃത്യന്മാരുടെ പദവിയിലുള്ള കന്യകമാരുണ്ടായിരിക്കും, സഹോദരന്മാരുടെ പദവിയിലുള്ള കന്യകമാരുണ്ടായിരിക്കും, പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന പഴയ വിശുദ്ധന്മാരുണ്ടായിരിക്കും എന്നുള്ളതാണ്. മോഷ്കയുടെ വായിലുണ്ടായിരിക്കില്ല, കളങ്കമില്ലാത്തവരായിരിക്കും. വിവാഹം കഴിക്കാതിരിക്കുന്ന സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള അർത്ഥത്തിലല്ല, ദൈവസ്നേഹത്തിൽ നിൽക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ കന്യകമാർ എന്നതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. മണവാട്ടി സഭയുടെ എണ്ണം 144,000 എന്ന കൃത്യമായി പറയുക സാധ്യമല്ല. അത് പിതാവാം ദൈവത്തിന്റെ നിർണയപ്രകാരമുള്ളതും ഒരു നാളും വെളിപ്പെടുത്താത്തതുമായ സ്വർഗീയ മർമ്മമാകുന്നു. കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ സുപ്രധാനമായ സ്ഥാനം നിർമ്മല കന്യകയ്ക്കാണെങ്കിൽ, കർത്താവ് രണ്ടാമത്തെ വരവിനാകുന്ന മഹത്വ പ്രത്യക്ഷതയിൽ പ്രാധാന്യതയുള്ളത് ഇസ്രായേലിനാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിൽ നിന്നുള്ള 144,000 പേർക്ക് വലിയ പ്രാധാന്യത കുഞ്ഞാട് രാജ്യത്ത് ഏറ്റെടുക്കുമ്പോൾ കൊടുത്തിരിക്കുന്നതിനെ കുറിച്ച് നാം ചിന്തിച്ചല്ലോ. എതിർ ക്രിസ്തുവിനെ നാശത്തിലേക്ക് അഥവാ നിത്യനരകത്തിലേക്ക് തള്ളിക്കളയാനുള്ള സമയമാണ് അവന്റെ ഭരണത്തിന്റെ അവസാനത്തോട് അടുക്കുമ്പോൾ സംഭവിക്കുന്നത്. അത് നിമിത്തമായി തീരുന്ന ഹർമോദ യുദ്ധത്തിന്റെ ഒരുക്കങ്ങളാണ് ഇതേ സമയം ഭൂമിയിൽ നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വർഗാസ്വർഗത്തിൽ എത്തേണ്ട വിശുദ്ധന്മാരെല്ലാം അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവിടെ കർത്താവ് രാജ്യത്വം ഏറ്റെടുക്കാൻ പോവുകയാണ്. അപ്പോൾ കർത്താവ് രാജ്യത്വം ഏറ്റെടുത്താൽ ഇവിടെ അന്ന് ദുർഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പൈശാചിക ഭരണത്തിന്റെ അവസാനമാണ്. അപ്പോൾ അവന്റെ ഭരണത്തെ അവസാനിപ്പിച്ച് കർത്താവ് വരുന്നതിനെയാണ് ലോകാവസാനം അഥവാ കർത്താവിന്റെ ലോകാവസാന പ്രത്യക്ഷത എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ച് നാം ചിന്തിച്ചാൽ സുവിശേഷം ആരംഭിക്കുന്നതാണ് ലോകാവസാനത്തിന്റെ ആരംഭത്തിൽ തുടങ്ങിയതെങ്കിൽ അത് ദൂതൻ പ്രസംഗിച്ചു തുടങ്ങി. അത് കർത്താവായ യേശു ക്രിസ്തു അതെന്താണെന്ന് വെളിപ്പെടുത്തി. അതിനുശേഷമായി അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ഓർത്തുകൊള്ളുക എന്നുള്ള സുവിശേഷം അറിയിച്ചുകൊണ്ട് ആഗോള സുവിശേഷീകരണം പരിശുദ്ധാത്മാവിനാൽ നടത്തി. അത് എന്നാണോ ഈ സുവിശേഷം തീരുന്നത് അന്ന് വരെയാണ് ഈ ലോകാവസാനത്തിന് നാളുകളുള്ളത്. അപ്പോൾ ലോകാവസാനം അവസാനിക്കുന്നത് ഈ സുവിശേഷം പറഞ്ഞവസാനിപ്പിക്കുമ്പോഴാണ്. ഇവിടെ എന്നേക്കുമായി സാത്താനിക ഭരണം അവസാനിക്കുകയും എന്നേക്കുമുള്ള നിത്യമായിരിക്കുന്ന കുഞ്ഞാടാം യേശുക്രിസ്തുവിന്റെ ഭരണത്തെ ആരംഭിക്കുകയും ചെയ്യുന്നുള്ള ബന്ധത്തിൽ അവനോട് കൂടെ വരുവാനുള്ള സകല വിശുദ്ധന്മാരും അവിടേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളത് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഭാഗം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ സേനാ ദിവസത്തിന്റെ ആരംഭത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുന്നത് ദൈവത്തോടുകൂടെ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടാനുള്ള അവനെ എപ്പോഴും അനുഗമിക്കുന്ന സകല വിശുദ്ധന്മാരോട് എത്തിച്ചേർന്നു എന്നുള്ള വലിയ മർമ്മത്തെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. അപ്പൊ അതിൽ പ്രാധാന്യതയുള്ളത് കുഞ്ഞാടിനോടുകൂടെ അവിടെ കാണുന്ന പിതാവിന്റെ നാമവും കുഞ്ഞാടിന്റെ നാമവും ഉള്ള 144,000 പേരാകുന്നുള്ളത് വെളിപ്പെടുത്തുമ്പോൾ, വെളിപ്പാട് കുഞ്ഞാട് ഒന്നാം മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് എതിർ ക്രിസ്തുവിന്റെ ഭരണം ആരംഭിക്കുമ്പോൾ അത് സേനാ ദിവസത്തിന്റെ ആരംഭത്തിൽ യേശു ക്രിസ്തു രാജ്യത്വം ഏറ്റെടുക്കുന്ന ബന്ധത്തിൽ, കർത്താവ് രാജ്യത്വം ഏറ്റെടുക്കുന്ന ബന്ധത്തിലാണ് ഈ സാത്താനിക ഭരണം എന്നേക്കുമായി അവസാനിക്കപ്പെടുന്നത്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ ഭൂമിയിൽ നടക്കുമ്പോൾ അവസാനമായി നടക്കേണ്ടുന്ന കർത്താവിന്റെ മഹത്വപ്രത്യക്ഷയുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ കർത്താവിന്റെ മഹത്വപ്രത്യക്ഷതയും ലോക അവസാനവും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് അടുത്ത അധ്യായത്തിൽ നാം ചിന്തിക്കുന്നത്. അപ്പോൾ ഇതുവരെ നാം പഠിച്ചത് നാം പഠിച്ചത് 196 വാക്യങ്ങളുടെ വ്യാഖ്യാനമാണ് ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത്. എത്ര വചനങ്ങളാണ് നമ്മൾ പഠിച്ചത്? 196 വാക്യങ്ങൾ. അതിൽ 6-ാം അധ്യായം 1 മുതൽ 10-11 വരെ 79 വാക്യങ്ങൾ ഉണ്ട് അതിൻ്റെ ഭാഗത്ത്. 11-ാം അധ്യായം 7 മുതൽ 11-ാം അധ്യായം 19 വരെ 13 വാക്യങ്ങൾ. 13-ാം അധ്യായം 1 മുതൽ
14 അധ്യായം 13 വരെ 31 വാക്യങ്ങൾ, 15 അധ്യായം 1 മുതൽ 18 24 വരെ 71 വാക്യങ്ങൾ, 20 അധ്യായം 4 മുതൽ 20 അധ്യായം 5 വരെ 2 വാക്യങ്ങൾ. അപ്പോൾ ഇത്രയും വാക്യങ്ങളുടെ 196 വാക്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് നാം എതിർക്രിസ്തുവിന്റെ ഭരണമെന്നുള്ള ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചത്. ദൈവത്തിന്റെ കൃപയാൽ ഈ പഠനം ഇവിടെ പൂർത്തീകരിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് എതിർക്രിസ്തുവിന്റെ ഭരണം അവസാനിക്കുന്നത്? എതിർക്രിസ്തുവിന്റെ ഭരണം അവസാനിക്കുന്നത് അത് കർത്താവാം കുഞ്ഞാട് അവിടെ സ്വർഗാസ്വർഗത്തിൽ രാജ്യത്വം ഏറ്റെടുക്കുന്നതോടുകൂടിയാണ്. അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷയാകുന്ന രണ്ടാമത്തെ വരവാണ്. രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാനായിട്ട് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരപ്പെടട്ടെ. ഈ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഇതുവരെയും പഠിക്കുവാൻ കഴിഞ്ഞതിനായി ഞാൻ ദൈവത്തിന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. വളരെ സങ്കീർണമായി എഴുതപ്പെട്ടിരിക്കുന്ന ഈ ദൈവവചനത്തെ എല്ലാം നാം ക്രോഡീകരിച്ച് എതിർക്രിസ്തുവിന്റെ ഭരണത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നതിനായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. രാത്രിയിൽ സുദീർഘമായിട്ടുള്ള ഒരു ക്ലാസ്സിലേക്ക് ഞാൻ തുടർന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എതിർക്രിസ്തുവിന്റെ ഭരണം എന്ന ഈ അധ്യായത്തിൽ നാം ചിന്തിച്ച വിഷയങ്ങൾ, സേനാ ദിവസത്തിന്റെ ആരംഭത്തിൽ നടക്കുന്ന ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ എതിർക്രിസ്തുവിന്റെ ഭരണകാലത്ത് രക്തസാക്ഷികളാകുന്ന വിശുദ്ധന്മാർ സ്വർഗീയ തേജസ് പ്രാപിച്ച് സ്വർഗാസ്വർഗത്തിൽ എത്തിച്ചേരുന്നു. അതോടെ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിൽ ഉൾപ്പെടാനുള്ള സകല വിശുദ്ധന്മാരുടെയും എണ്ണം തികയപ്പെടുന്നു എന്നാണ് നാം ചിന്തിച്ചത്. അപ്പോൾ കർത്താവ് ഇവിടെ ഭൂമിയിലേക്ക് വരണമെങ്കിൽ, രണ്ടാമത് ഇവിടെ പ്രത്യക്ഷപ്പെടണമെങ്കിൽ ലോകാരംഭം മുതൽ സകല പ്രവാചകന്മാരും പ്രവചിച്ചിരിക്കുന്ന പ്രവചനങ്ങളെല്ലാം നിവൃത്തിയാകണം. അങ്ങനെയാണെങ്കിൽ ഏഴാമനായ ഹാനോക്ക് പ്രവചിച്ചു തുടങ്ങിയത് വിശുദ്ധന്മാരുമായിട്ട് വരും എന്നാ പറഞ്ഞെങ്കിൽ ആരൊക്കെയാണോ ആ വിശുദ്ധന്മാർ അവരെല്ലാം മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് സ്വർഗാസ്വർഗത്തിലേക്ക് സ്വർഗീയ ശരീരങ്ങളുടെ തേജസ്സോടുകൂടി അവിടെ എത്തിച്ചേരുന്ന വരെയും സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ഇവിടെ നടക്കുന്ന ഏതെങ്കിലും 2 മിസൈൽ അയക്കുമ്പോൾ അത് കണ്ടുകൊണ്ടൊന്നുമല്ല സ്വർഗം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുന്നത്. സ്വർഗം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് രണ്ടാമത് അയക്കുന്നത്, അവനെ മധ്യാകാശത്തിലേക്ക് അയക്കുന്നതിനൊക്കെ വേദപുസ്തകത്തിൽ വ്യവസ്ഥാപിതമായിരിക്കുന്ന വചനത്തിൻ്റെ അടിസ്ഥാനങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അത് നിവൃത്തിയാകാതെയൊന്നും അവിടെ ഇവിടെ 2 യുദ്ധമുണ്ടായെന്ന് കണ്ടുകൊണ്ടോ, എന്തെങ്കിലും ക്ഷാമം ഉണ്ടായെന്ന് കണ്ടുകൊണ്ടോ, ഗ്യാസിന് ഷോർട്ടേജ് ഉണ്ടായെന്ന് കണ്ടുകൊണ്ടോ ദൈവം തൻ്റെ പുത്രനെ അയക്കത്തില്ല. തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കണമെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം, അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ഇപ്രകാരമാണ്: ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ മുഴുവനും നിവൃത്തിയാകുന്നത് വരെ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വരത്തില്ല. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു വരണമെങ്കിൽ അതിന് തെളിവായിട്ട് നിൽക്കുന്നത് മറ്റൊന്നും നിങ്ങൾ നോക്കണ്ട. യുദ്ധങ്ങളോ ക്ഷാമങ്ങളോ അതൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നതാ, അത് നടന്നുകൊണ്ടേയിരിക്കും. ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്, യുദ്ധം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ലോകാരംഭം മുതൽ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനങ്ങളോട് ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരാണ് ആദ്യമായി പ്രവചിച്ചത് എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് യൂദ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വചനം കൂടി വായിച്ച് ഞാനിവിടെ ഇന്ന് ഈ ക്ലാസ്സിന് പരിസമാപ്തി കുറിക്കാൻ പോവുക. അതുകൊണ്ട് അതും പറയുന്നത് കേട്ടോ, ആരെങ്കിലും പറയുന്ന കാര്യങ്ങൾ കണ്ടോ ഒന്നും ഞെട്ടുകയും ഇളകിപ്പോവുകയും ചെയ്യരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മൾ വായിച്ചു: ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരാൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിവൃത്തിയാകുവോളും സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യമായി കർത്താവ് അവരെക്കുറിച്ച് പ്രവചിച്ചത് ആരാണ്? അതിൻ്റെ യൂദ ലേഖനം 14 ആദം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തികെട്ട പാവികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂര്യങ്ങളെ നിമിത്തം ഭക്തിയോടൊരിക്കും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് അന്ന് ഹാനോക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് അവൻ രേഖപ്പെടുത്തി വെച്ചു. 1000 വിശുദ്ധന്മാരോടുകൂടി കർത്താവ് സകല
തിന്മകൾക്കും നീക്കം വരുത്താൻ വേണ്ടി അവൻ പ്രത്യക്ഷമാകുമെന്ന് അവൻ രേഖപ്പെടുത്തി വെച്ചു. കാരണം അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് മരണം കാണാതെ മാറ്റപ്പെട്ടു. പക്ഷേ മാറ്റപ്പെടുന്നതിന് മുമ്പ് അവൻ അറിയാമായിരുന്നു 1000 വിശുദ്ധന്മാരുമായി വരുന്ന ആ വിശുദ്ധന്മാരുടെ ഗണത്തിൽ, സ്വർഗത്തിൽ എത്തിച്ചേർന്ന വിശുദ്ധന്മാരുടെ ഗണത്തിൽ ഹാനോക്കും ഉണ്ടാകുമെന്നുള്ള വിശ്വാസം അവനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ലോകാരംഭം മുതൽ ആദം മുതൽ 7-ാമനായ ഹാനോക്ക് പ്രവചിച്ച പ്രവചനം അത് നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ അവിടുന്ന് അവനോടുകൂടെ വരുവാനുള്ള സകല വിശുദ്ധന്മാരും എത്തിച്ചേരണം. അതുകൊണ്ട് സഖരാവിന്റെ പ്രവചനം പ്രവചിച്ചിരിക്കുന്നത് കൂടി വായിക്കുമ്പോൾ അവിടെ 1000 വിശുദ്ധന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ സഖരാവിന്റെ പറഞ്ഞിരിക്കുന്ന പ്രവചനം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. അത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാനിവിടെ വായിക്കാം. അതിന്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ മലകളുടെ താഴ്വര ആസൽ മുതൽ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും. എൻ്റെ ദൈവമായ യഹോവയും തന്നോട് കൂടെ സകല വിശുദ്ധന്മാരും വരും. സഖരാവ് പ്രവചിച്ചു, എൻ്റെ ദൈവമായ യഹോവയും തന്നോട് കൂടെ സകല വിശുദ്ധന്മാരും വരും. അപ്പോൾ കർത്താവിന്റെ 2-ാമത്തെ വരവിനു വേണ്ടി ഈ സകല വിശുദ്ധന്മാരിൽ പെടുന്ന ഏറ്റവും അതിശ്രേഷ്ഠമായ പദവി അലങ്കരിക്കുവാനുള്ള മണവാട്ടി സഭ നിർമ്മല കന്യക എടുക്കപ്പെട്ടതിന് ശേഷമേ, അതിനുശേഷം 2 സാക്ഷിയുടെ പുനരുത്ഥാനത്തിൽ 1-ാം സ്വർഗത്തിലും 2-ാം സ്വർഗത്തിലുമുള്ളവർ സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെടണം. അവർ സ്വർഗീയ തേജസ് പ്രാപിക്കണം. അതിനുശേഷമായി എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ അവസാനത്തോടെ ബന്ധത്തിലെടുക്കുമ്പോൾ സേനാ ദിവസത്തിന്റെ ആരംഭത്തെങ്കിൽ രക്തസാക്ഷികളാകുന്നവർ കൂടി പുനരുത്ഥാനം പ്രാപിച്ച് സ്വർഗാസ്വർഗത്തിൽ എത്തിയതിനു ശേഷമേ കർത്താവിന്റെ 2-ാമത്തെ വരവ് ഉള്ളൂ എന്ന വചനത്തിന്റെ ആധികാരികതയിൽ ഇന്ന് രാത്രിയിൽ സ്പഷ്ടമായി തെളിയിക്കുകയാണ്. അതുകൊണ്ട് അതും ഇതും പറയുന്നത് കേട്ടൊന്നും ആരും ഭാരപ്പെടരുത്, വേദനപ്പെടരുത്. ഇന്ന് വരും നാളെ വരും എന്നൊക്കെ ലേലം വിളിക്കുന്ന പരിപാടിയല്ല. ദൈവത്തിന്റെ സഭയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്താണോ ദൈവത്തെ പറഞ്ഞിരിക്കുന്നത് അത് അതുപോലെ തന്നെ സംഭവിക്കണം. ആദ്യമായി എന്താ സംഭവിക്കേണ്ടത്? നാം ഇവിടുന്ന് എടുക്കപ്പെടണം. അഥവാ നിർമ്മലകനിയാകുന്ന മണവാട്ടി സഭ ഇവിടുന്ന് എടുക്കപ്പെട്ടതിന് ശേഷമാണ് ഈ പറയുന്ന വിശുദ്ധന്മാർ സ്വർഗാസ്വർഗത്തിൽ എത്തുന്ന 7 ആഗോള സഭകളിൽ നിന്ന് എടുക്കപ്പെടുന്ന 7 പൊൻനിലവിളക്കാകുന്ന ദൈവസഭയുടെ നിർമ്മല കന്യക സ്വർഗാസ്വർഗത്തിൽ എത്തിച്ചേരുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കാതെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതിനുശേഷമായി 3.5 വർഷം കഴിയുമ്പോൾ 2 സാക്ഷിയുടെ പുനരുത്ഥാനത്തിൽ 1-ാമത്തെ നിലവിളക്കും 1-ാമത്തെ ഒലിവുമരവും പ്രതിദാനം ചെയ്യുന്ന ആ സ്വർഗീയ പറുദീസയിലെ 1-ാം സ്വർഗത്തിലും 2-ാം സ്വർഗത്തിലുള്ള വിശുദ്ധന്മാർ സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അതിനുശേഷം 3.5 വർഷം, ഏകദേശം 3.5 വർഷം കഴിയുമ്പോഴാണ് 1-ാമത്തെ പുനരുത്ഥാനം ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ അവസാനത്തോടുകൂടി സംഭവിക്കുന്നത്. അന്നത് സംഭവിക്കുമ്പോൾ ഭൂമിക്ക് കീഴിൽ രക്തസാക്ഷിത്വം വരിച്ച് അവിടേക്ക് പ്രവേശിക്കപ്പെട്ട വിശുദ്ധന്മാർ 2-ാമത്തെ നിലവിളക്കും 2-ാമത്തെ ഒലിവുമരവും പ്രദാനം ചെയ്യുന്ന വിശുദ്ധന്മാർ കൂടി സ്വർഗാസ്വർഗത്തിലേക്ക് എത്തുമ്പോൾ സ്വർഗത്തിൽ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന്റെ പണി, അതിന്റെ കല്ലുകളെല്ലാം അവിടെ എത്തിച്ചേരും. രാത്രിയിൽ കണ്ണുകൾ ഉയർത്തി ദൈവസന്നിധിയിൽ നമ്മൾ പറഞ്ഞാട്ടെ, അതിൽ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് ചേർത്തു പണിയുവാൻ, ആത്മീയഗ്രഹമായി പണിയപ്പെടുവാൻ, മന്ദിരമായി പണിയപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച മണവാട്ടി സഭയുടെ വിളി ലഭിച്ചിരിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ പറയണം, നമ്മളാണ് ഏറ്റവും അമൂല്യമായ ദൈവത്തിന്റെ വകയായി ഭൂമിയിലുള്ളത്. അതുകൊണ്ട് അവന്റെ ദൃഷ്ടി എപ്പോഴും നമ്മുടെ മേലുണ്ട്. ഒരുവന്റെ ഏറ്റവും പ്രാധാന്യ നിശ്ചയം ഇരിക്കുന്ന എവിടെയാണോ അവിടെ അവന്റെ ഹൃദയം ഇരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ സ്വർഗത്തിന്റെ ദൃഷ്ടി ഇരിക്കുന്നത് അവന്റെ നിക്ഷേപമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെടുന്ന മണവാട്ടി സഭയില. ഇന്ന് രാത്രി വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് പറഞ്ഞാട്ട്, സ്വർഗത്തിന്റെ കണ്ണുകൾ എന്നെ നോക്കുന്നുണ്ട്. കാരണം ഞാൻ ദൈവത്തിന്റെ നിക്ഷേപമാണ്, അവന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണ്. എന്റെ കുടുംബം, എന്റെ തലമുറ, എന്റെ സഭകൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിന് നിക്ഷേപമായി അവന്റെ ആ വിശുദ്ധ കണ്ണുകൾ കൊണ്ട് നമ്മളെ നോക്കി ദിവസങ്ങളിൽ അവൻ നമ്മെ പണിതെടുക്കുന്നതിനായി അവന്റെ ആ കണ്ണിന് വിശുദ്ധമാകത്തക്കവണ്ണം നമ്മെ ശുദ്ധീകരിച്ച് അവനോട് ചേർക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മെ ദിവസങ്ങളിൽ പണിതെടുക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തിക്ക് നന്ദി പറയാം. രാത്രി നാം കണ്ണുകൾ അടയ്ക്കുമ്പോൾ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ അശുദ്ധിയും അക്രമങ്ങളും അനീതികളും ഒക്കെ ഉണ്ടാകുമ്പോൾ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയെ ദൈവം ഒരുക്കിയെടുക്കും. അതിനുശേഷമായി എത്തിച്ചേരാനുള്ള വിശുദ്ധന്മാർ സ്വർഗാസ്വർഗത്തിൽ എത്തിച്ചതിന് ശേഷമേ
പിതാവാൻ ദൈവം നിന്റെ പുത്രനെ അവിടെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുള്ളൂ. ദൈവം എന്ന് വെച്ചാൽ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയുള്ള ബന്ധത്തിൽ തുടർന്നുള്ള കാര്യങ്ങളെ നാം ചിന്തിക്കും. അതുവരെ വിരിക്കപ്പെട്ട ചെറുകൻ മറവിൽ ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. ഈ ഈ ഈ ഇതുവരെയുള്ള പഠനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിച്ചല്ലോ. ഇനിയുള്ള ചുരുക്കം ചില അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ, ചില വാക്യങ്ങൾ മാത്രം ഇത്രയും നമ്മെ സഹായിച്ച് വലിയ അധ്യായമായിരിക്കും ക്രിസ്തുവിന്റെ ഭരണം എന്നുള്ള വിഷയം നമുക്ക് വളരെ സവിസ്തരമായി ദൈവകൃപയിൽ ആശ്രയിച്ച് ചിന്തിപ്പാൻ കർത്താവ് ഭാഗ്യം തന്നല്ലോ. പ്രാർത്ഥന തുണയ്ക്കുകയും ഈ ക്ലാസ്സിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന എല്ലാവരോടും കർത്താവിന്റെ നാമത്തിലുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ദൈവം വെച്ചാൽ തുടർന്നുള്ള പഠനത്തിലും സഹകരിക്കണമേ എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വചന പഠനത്തിന് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.